അതുമായി ബന്ധപ്പെട്ടിട്ട് MAJ ഹോസ്പിറ്റലും ഒക്കെ നടത്തുന്ന ഒരു പരിപാടിയിൽ അങ്ങനത്തെ ഒരു കുഞ്ഞുങ്ങളുടെ പരിപാടി ആയതുകൊണ്ടാണ് ഞാൻ പകുതിക്ക് ഇറങ്ങി പോരാൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പോൾ അതുകൊണ്ടാണ് സാറേ ക്ഷമിക്കണം. വാസത്തെ കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടാവും. എന്നെക്കുറിച്ച് എന്തായാലും മോശമായിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. ഒരുപാട് ഇഷ്ടത്തോടെ ചെയ്ത സിനിമയാണ്. അതിനകത്ത് ചാൽസാറ് ഈ സിനിമയെക്കുറിച്ച് എൻ്റെ അടുത്ത് അതേ ഫോണിൽ പറയുമ്പോൾ അറിയാതെ ഞാൻ കേട്ട ഒരു പേര് MR ആണ് അതിനകത്തൊരു പ്രധാന കഥാപാത്രം. അപ്പം ഞാൻ ചോദിച്ചു, ഈ MR ഗോപകുമാർ സാറിനെയാണോ ഈ MR എന്ന് വിളിക്കുന്നത്? പറഞ്ഞു അതെ, അദ്ദേഹത്തെയാണ്. കാരണം അപ്പോൾ തന്നെ മനസ്സുകൊണ്ട് ഞാൻ തയ്യാറായി. വേറൊന്നുമില്ല, ഒരു നടനെന്ന നിലയിൽ വലിയ ആരാധന ഒന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം അല്പസമയം ഇരിക്കാൻ പറ്റും, അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം കുറച്ച് സീനുകൾ ചെയ്യാൻ പറ്റിയാൽ അതൊരു നടന്ന നിലയിൽ എനിക്ക് എന്നെ തന്നെ ഒന്ന് കുറച്ചൊക്കെ വല്ലാണ്ട് ശരിയാക്കാനുണ്ടെന്നുള്ള ഒരു ധാരണയിൽ ഇരിക്കുന്ന ആളാണ്. അപ്പോൾ അതായിരുന്നു എൻ്റെ ബേസിക് ത്രില്ല് ഈ സിനിമയിലോട്ട് ഞാൻ ആദ്യം വരുമ്പോൾ. അതിനുശേഷം ഈ സിനിമയുടെ കഥ പറയുകയും കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ചാൽസാറിനെ കാണുമ്പോൾ ചോദിക്കും, ശരിക്കും ഗോപകുമാർ സാർ ഈ സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഉണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായി ഇവരുടെ ഭയങ്കര സൗഹൃദം